നമസ്കാരം. ഹിറ്റ്ലർ ഭരണകാലത്ത് പോലും കണ്ടിട്ടില്ലാത്ത അത്ര അഹങ്കാരത്തിലാണ് ചില അന്തംഗമ്മികളുടെ പെരുമാറ്റം. ഭരിക്കുന്നത് തങ്ങളുടെ പാർട്ടി നേതാവാണെന്ന ധൈര്യത്താൽ CPM നേതാക്കൾ കേരളം മൊത്തം പൂണ്ടു വിളയാടുകയാണ്. അടി, ഇടി, കുത്ത്, പിടിച്ചു പറിക്കൽ തുടങ്ങി ബോംബാക്രമണം വരെ നടത്തുന്നവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ സഖാക്കന്മാരാണ് മിക്കവരും ഉണ്ടായിരിക്കുക. കാരണം ഇവിടെ എത്ര വലിയ തെറ്റ് അവർ ചെയ്താലും അവരെ രക്ഷിക്കാൻ പാർട്ടി ഉണ്ടാകുമെന്ന് അത്തരത്തിലുള്ള ചില സഖാക്കന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നതാകട്ടെ ജനങ്ങളാണ്. ഇപ്പോഴിതാ CPMന്റെ പാർട്ടി ഗ്രാമം എന്നറിയപ്പെടുന്ന കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതായത് വീട്ടുകാരെ ബന്ദികളാക്കി CPM പ്രവർത്തകർ വീടിന്റെ മതിലും ഗേറ്റും പൊളിച്ചെന്ന പരാതിയാണ് വിഷയം. കോളിക്കടവിലെ ഹാജിറയുടെ പരാതിയിൽ കൂത്തുപറമ്പ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. റോഡിൽ ഉദ്ദേശിച്ചത്ര സ്ഥലം കൊടുത്തില്ല എന്ന് ആരോപിച്ച് അർദ്ധരാത്രി മണ്ണുമാന്തി യന്ത്രവുമായി വീട്ടിലെത്തിയ സംഘം വീട്ടുമതിലും ഗേറ്റും തകർക്കുകയായിരുന്നു. CPMകാരാണ് അവിടെ എത്തി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ വീട്ടുമതിലും ഗേറ്റും തകർത്തതായി കാണിച്ച് കോളിക്കടവിന് സമീപം തഫ്സീല മൻസിലിൽ PK ഹാജിറയാണ് കൂത്തുപറമ്പ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. മതിൽ പൊളിക്കുമ്പോൾ വീട്ടിലുള്ളവർ പുറത്തിറങ്ങാതിരിക്കാൻ ഗ്രിൽ കമ്പിക്കഷ്ണം കൊണ്ട് പൂട്ടിയിട്ടിരുന്നു. കുളിമുറി വഴി കിണറിന് മുകളിലെ ഗ്രിൽ വഴി പുറത്തിറങ്ങാതിരിക്കാൻ ഇത് മാറ്റിവെക്കുകയും ചെയ്തെന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ടാണ് മതിൽ പൊളിച്ചിരിക്കുന്നത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ മണ്ണുമാന്തി യന്ത്രവുമായി CPMകാർ രക്ഷപ്പെട്ടു. ഏറെ പണിവിട്ട് ഗ്രിൽ തുറന്ന ശേഷമാണ് മതിലും ഗേറ്റും തകർന്നു വീണതായി കാണുന്നത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുവഴി തങ്ങൾക്കുണ്ടായതെന്നാണ് ഇവർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. കൂത്തുപറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്നാണ് വിവരം. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയും മാങ്ങാട്ടിടം പഞ്ചായത്തും ബന്ധിപ്പിക്കുന്ന കുളിക്കടവിൽ പുതിയ പാലം പണിയുന്നതിന്റെ ഭാഗമായാണ് ഹാജിറയുടെ വീടിന്റെ മുമ്പിലുള്ള റോഡ് നവീകരണം നടത്തുന്നത്. അതിനാവശ്യമായ സ്ഥലം ഇവർ വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സഖാക്കന്മാർ ഇത്തരത്തിലൊരു പണി എടുത്തു വെച്ചിരിക്കുന്നത്. ആവശ്യമായ സ്ഥലം വിട്ടുകൊടുത്താണ് ഇവർ വീട്ടുമതിൽ പണിതതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വീണ്ടും സ്ഥലം കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ വേണ്ടത്ര സ്ഥലമുള്ളപ്പോൾ പുതിയതായി ഉണ്ടാക്കിയ മതിലും ഗേറ്റും പൊളിച്ചു മാറ്റാൻ കഴിയില്ല എന്ന് ഇവർ പറയുകയായിരുന്നു. ഇതേ തുടർന്ന് ഒരാഴ്ച മുമ്പ് ഒരു സംഘം CPMകാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി. ഇതിന്റെ തുടർച്ചയായിട്ടാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ CPM സംഘം മതിൽ പൊളിക്കാനായി എത്തിയതെന്ന് ഹാജിറ പറയുന്നു. എന്തായാലും കേരളത്തിന്റെ ക്രമസമാധാന നില തിരിച്ചുപിടിക്കാൻ വേണ്ടി കാരണഭൂതൻ അങ്ങ് വിദേശത്ത് നിന്ന് യാത്ര പാതി വെച്ച് നിർത്തി കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇത്തരത്തിൽ പാർട്ടിയിൽപ്പെടുന്ന സഖാക്കന്മാർ തന്നെ എന്നത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്.